ഹലോ നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ പുലാവാണ്. വളരെ സിമ്പിളായിട്ട് ഓഫീസിൽ പോകുന്നവർക്ക് സ്കൂൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനോട് എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്. അത് ബോൺലെസ് ചിക്കനാണ്. ഒരു 100 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്കാണ് ഉണ്ടാക്കണം, അതിനുള്ള അളവാണ് പറയണേ. പിന്നെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, കുറച്ച് ബീൻസ്, അത്ര ഇതാണ് ചേർക്കണേ. പിന്നെ ഞാൻ 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും പിന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ശരിയാക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് മസാലയായിട്ട് എടുത്താക്കണേ ഒരു ബേ ലീഫ്, പിന്നെ ഒരു കറുവപ്പട്ടയുടെ ഒരു 3 ഏലക്കായ, 2 അനാറസ്, പിന്നെ ഇത് ഗ്രാമ്പു. ഇത്ര സാധനമാണ് എടുത്തിട്ടുള്ളൂ. ഇതിന് മസാലയൊക്കെ വളരെ കുറച്ച് മതി. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിളൊക്കെ ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യണത്. കുറച്ച് വലുതായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. രാവിലെ ഓഫീസിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് നമ്മുടെ പുഴുക്കലരി വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കി ഏത് അരി വെച്ച് വേണേലും ഉണ്ടാക്കാം കേട്ടോ. പുഴുക്കലരിക്ക് വേവ് കൂടുതലല്ലേ, അപ്പം അതുകൊണ്ടാണ്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്തവർക്ക് ഇടണ്ട, ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഇനി നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു 100 ഗ്രാം ചിക്കനാണ് എടുത്തേക്കണം. ബോൺലെസ് ചിക്കനാണ്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇതിലൊക്കെ ഇപ്പോൾ ഇതൊരു 100 ഗ്രാമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ശകലം ഉപ്പിടാം. പിന്നെ ഞാൻ ശകലം കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഇതിൻ്റെ എരിവിന് മാത്രം, ആവശ്യത്തിനായിട്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിന് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വെജിറ്റബിളൊക്കെ ഇടുമ്പോൾ നല്ല വെള്ള കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ കളർ മാറും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു ഇതിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വെജിറ്റബിളൊക്കെ വൈകിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. ഈ കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിലും ഓഫീസിലാണെങ്കിലും പല കറികൾ ഇതൊക്കെ ഉണ്ടാക്കിയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതും കുറച്ച് സാലഡും ഉണ്ടെങ്കിൽ അത്ര മതി. ഇതിലൊക്കെ ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് ആയറിനായിട്ട് ഞാൻ എരിവ് കുറച്ചിടണേ. പിന്നെ എരിവ് അവരവരുടെ ആവശ്യത്തിന് ഇടാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് എരിവ് ഇടുക. പിന്നെ
ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഉണ്ടാക്കും, ബാക്കിയൊക്കെ ഇട്ടാൽ മതി. ചിലർക്കൊന്നും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുണ്ട്, അപ്പോൾ അവർക്കിട്ടുണ്ടാകും. പിന്നെ ചിക്കൻ ഇല്ലാണ്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. ചിക്കന് കഴിക്കില്ലാത്ത വെജിറ്റേറിയൻ കഴിക്കണവരാണെങ്കിൽ അവർക്ക് ചിക്കൻ ഒഴിവാക്കി, ചിക്കനും മുട്ട ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. തൈര് ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര രുചിയായിരിക്കും. ഇപ്പം നമ്മളിതെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ശകലം എണ്ണ ഒഴിക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണേ ഈ ബോൺലെസ് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബോൺലെസ് ചിക്കനായാലും പെട്ടെന്ന് ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഇത് കുക്കാവും. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് കുക്കറിലിട്ട് വേവിക്കാൻ കൂടെ ഉള്ളൂ, അപ്പോൾ നന്നായിട്ട് വെന്തോളും. നമ്മളിത് ഇങ്ങനെ കണക്കിന് ഇത് ചോറിലിട്ട് വയ്ക്കുമ്പോൾ പൊടിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് മതി. 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടി ഇടണമെന്നില്ല, ഷുഗറും ഉപ്പ് മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കാൻ എരിവ് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ എരിവിന് ഓരോരുത്തർ അവരവരുടെ എരിവിനനുസരിച്ച് ഇത് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്കൊരു 1 സ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം. പിന്നെ ഇതിനകത്തൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാക്കണേ ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ചാക്കണ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, ഇത്ര സാധനം ഇടാം. ഇട്ടിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് വേണം എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം. ഇതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം, ഇത് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതിനകത്ത് പച്ചമുളക് ഒരു 3 ഇട്ടിട്ടുള്ളൂ. കാന്താരിമുളക് ഉള്ള കാരണം കൊണ്ട് കാന്താരിമുളക് ഒരു വലിയ മുളകും പിന്നെ ഒരു 2-3 കാന്താരിമുളകുമാണ് ഇട്ടാക്കണം. കാന്താരിമുളകിന് ഭയങ്കര എരിവായ കാരണം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ.
ഇതിപ്പോൾ ഞാൻ പറയുന്നത് 1 കപ്പ് അരിയുടെ ഇതാണ്, 1 ഗ്ലാസ് അരി, 1 ഗ്ലാസ് അരിയുടെ കണക്കാണ് പറയുന്നത് ഞാൻ. നമുക്ക് അരിയുടെ അളവിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലയെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കണ്ട, ഉള്ള സാധനമായിട്ട് ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ സവാള മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ വെജിറ്റബിൾ ഇടാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരി ഒരു അരമണിക്കൂർ മുമ്പ് കുതിർത്തി ഊറ്റി വെച്ചേക്കുന്നതാണ്, അത് ഇടാം. ഇതിപ്പോൾ ഞാൻ ബസ്മതി അരി ഉപയോഗിക്കണേ. നമ്മൾ ചുമന്ന ചോറ് വയ്ക്കണ അരി ഉപയോഗിച്ച് ബാക്കി എല്ലാ അരിയും കൂടെ ഇതുണ്ടാക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കർ വയ്ക്കാം. ഞാനിതിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കണേ. ഇപ്പം അല്ല ഇങ്ങനെ തന്നെ ഉണ്ടാകണം. കുക്കറല്ല ഇങ്ങനെ ആണെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ തന്നെ വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എണ്ണയ്ക്ക് പകരം ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ഇടാം. ഞാനിപ്പോൾ എണ്ണയാണ് വെച്ചാൽ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചാൽ കഴിയുമെങ്കിൽ അത്ര വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മളിങ്ങനെയുള്ള ഫുഡൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ മുമ്പിലേക്ക് കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ മുഴുവനെയുള്ള മസാലകളൊക്കെ ഇടുവാണ്. ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചോറിടാം. കണ്ട എൻ്റെ കളർഫുള്ളാന്ന് നോക്കിയാൽ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം ചിക്കൻ. പിന്നെ ഞാനിവിടെ ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ നമ്മുടെ അരികളൊക്കെ എണ്ണ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിക്കുക. ഇതുണ്ട് ഇങ്ങനെ ഇതേ ഒന്നേക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണ്ട അത്രയും വെള്ളം മതി. നമ്മളിപ്പോൾ ഒത്തിരി പേർക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ പാത്രത്തിൽ വെച്ചിങ്ങനെ തുറന്ന് വെച്ചുണ്ടാക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാം.
പിന്നെ അരി ഇതിനേക്കാളും കൂടുതൽ അളവുണ്ട് കുക്കറിനകത്ത്. വലിയ കുക്കറിലൊക്കെ വെക്കണമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരി കുറച്ച് അളവിൽ ഉണ്ടാക്കണമെന്നാണ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ ഒത്തിരി വലിയ കൂടുതൽ പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 8-10 പേർക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചോളണം. ഇപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകും. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, അപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ പാകം ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മൾ കുറച്ച് കുരുമുളകാണ്. ഇത് കുരുമുളക് ഇങ്ങനെ മുഴുവനെ ഇട്ടാൽ മതി, ചതയ്ക്കൊന്നും വേണ്ട, മുഴുവനെ ഇട്ടാൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ വേണ്ടെങ്കിൽ പെരക്കി കളയാമല്ലോ. പിന്നെ നമ്മൾ ആദ്യം കുരുമുളക് പൊടി ഇട്ടിട്ടുമുണ്ട് ഓൾറെഡി. പിന്നെ കുറച്ച് മല്ലിയില. ഇത് ആഫ്രിക്കൻ മല്ലിയാണ്, അതാണ് ഇടണം. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ. ഇപ്പോൾ ഇങ്ങനെ വലിയ കുറച്ച് ഇതായിട്ട് ഇട്ടാക്കണം. അപ്പോൾ അത് വേണ്ടെങ്കിൽ വേണ്ടാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. അപ്പോൾ അത് കണക്കാക്കിയാണ് ഇട്ടാക്കണം. നമുക്കിത് അടച്ച് വെച്ച് വയ്ക്കാം. ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫാക്കണം. 1 വിസിലേ വരാവുള്ളൂ. ഇനി കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷമേ തുറക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എയറൊക്കെ പോയി നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് കഴിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പം നമുക്കിനി ഇത് കുക്കർ മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടേനെയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചട്ടി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് തീ കുറച്ച് വയ്ക്കണം. തീ മാക്സിമം കുറച്ച് വയ്ക്കണം കേട്ടോ. അതിലേക്ക് നമുക്കൊരു ശകലം മുളക് പൊടി ഇടാം. കുട്ടികൾക്കാകുമ്പോൾ എരിവിടാം. മുളക് പൊടി ഇടാതെ എടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. തീ ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. മുട്ട ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഇത് ഇങ്ങനെ കമത്തി വെക്കണം. ഇത് നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ മുകളിൽ ഒരു മുട്ടയൊക്കെ വെച്ച് കൊടുത്തു വിടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ഒത്തിരി എണ്ണ വേണ്ട. ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഭംഗിയാവില്ല, അതിന് വേണ്ടിയിട്ടാണ്.
നമുക്ക് പയ്യെ ഒന്ന് മറിച്ചിടാം. അല്ല, ഇത്ര മതി. ഇത്ര ഇനി വെച്ചെണ്ണ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത്ര ഉണ്ടാക്കി മതി. ഉണ്ടോ? ഇത്ര മതി. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഇട്ട മുഴുവനായിട്ടിട്ട മസാലകളൊക്കെ നമുക്ക് പെറുക്കി മാറ്റാം. ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതിൽ കടിക്കുമ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനൊക്കെ പെറുക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്സഡ് പുലാവ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് കുറച്ച് പുതിനയില വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ ഇടയ്ക്ക് ഇങ്ങനെ പച്ച കളർ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് തൈരും പപ്പടവും മാത്രം മതി. വേണമെങ്കിൽ കുറച്ച് ശകലം അച്ചാറും കൂട്ടാം. അപ്പം ഞാനിവിടെ കുറച്ച് തൈരും ഒരു നാരങ്ങയുടെ കഷ്ണവും പിന്നെ 2-3 സവാള വട്ടത്തിൽ അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്.